ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇത്രേ ഇപ്പോൾ ഒന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്താണെന്നല്ലേ പറഞ്ഞുതരാം. എൻ്റെ ബാക്കിൽ ഈ കാണുന്ന പള്ളി പെരിന്തൽമണ്ണയിലെ തൊട്ടടുത്ത പ്രദേശമായ തേക്കിൻകൂട് എന്ന സ്ഥലത്താണ്. പഴയകാലത്ത് കൂമ്പങ്കല്ല് എന്ന പേരായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോഴും ആ നാമത്തിൽ പഴയ ആളുകൾ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. ആ നാട്ടിലെ നാട്ടുകാരും പള്ളിയിലെ ഭാരവാഹികളും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തിയുണ്ട്. എന്താണെന്നല്ലേ കാണിച്ചു തരാം. എൻ്റെ കൂടെ പോരും. ഇതാണ് ആ സൽപ്രവൃത്തി. പള്ളിക്ക് തൊട്ടടുത്ത ഖബർസ്ഥാനി മനോഹരമാക്കണം. പെരിന്തൽമണ്ണയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ഉള്ളൂ തേക്കിൻകൂട് എന്ന് പറയും. പഴയകാലത്ത് കൂമ്പങ്കല്ല് എന്നായിരുന്നു പേര്. ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് പള്ളി അറിയപ്പെടുന്നത്. ഇനി ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതിനെ കുറ്റം പറയും. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ, പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്നൊക്കെ പറയും. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നന്നായിട്ട് പുല്ല് വളരും, ഒരാളെ ഹൈറ്റിലൊക്കെ വളരും. എന്നിട്ടത് പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ വരും. ഇതിങ്ങനെ ആവുമ്പോൾ 5-6 വർഷത്തിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് മറ്റുള്ള നാടുകളിലെ മറ്റു മഹല്ലുകൾക്കും ഇത് അനുകരിക്കാം. കുറച്ച് പണി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് വൃത്തിയാക്കണം. ആദ്യം ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ കുറ്റികളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പറിച്ചെടുക്കണം. പറിച്ചെടുക്കാൻ കിട്ടാത്തത് മെഷീനൊക്കെ വെച്ച് മുറിച്ച് മാറ്റണം. പിന്നെ അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഖബറൊക്കെ ഒരു മൺകൂനയാക്കണം. എല്ലാതും മൺകൂനയാക്കിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് വേണം മെറ്റലിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചിലർക്കൊക്കെ ഇപ്പോൾ മരണപ്പെടാൻ പൂതിയാകും. അതൊന്നും കൊണ്ടല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലം കുറവാണ്. ഇനി കുറച്ച് സ്ഥലമുള്ളൂ. ഞാൻ വരുന്നതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്താണ്. നമ്മളെ ഉറ്റവരൊക്കെ ഇവിടെയാണ്, നമ്മളെ വാപ്പ ഇവിടെയാണ്, നമ്മളെ കുടുംബക്കാരൊക്കെ ഇവിടെയാണ്. നമ്മളെ തൊട്ട പ്രദേശമാണ്, ജൂബിലി റോഡിൻ്റെ തൊട്ട പ്രദേശമാണ്. ആദ്യം അങ്ങാടിപ്പുറത്തേരും അതുപോലെ ജൂബിലിക്കാരും എല്ലാവരും ഇവിടെ ഒരുമിച്ചായിരുന്നു ഖബർസ്ഥാനി. ഇപ്പോഴാണ് ഞങ്ങളെ പള്ളിക്ക് വേറെ, അങ്ങാടിപ്പുറത്തിനൊക്കെ വേറെ ആയത്. ഷീറ്റ് വിരിക്കൽ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഒരുപാട് ഖബറുകൾ വിരിക്കാണ്ട്. എന്തായാലും നോമ്പിൻ്റെ മുമ്പൊക്കെ കഴിയുന്നുണ്ടാവും. ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ആ നാട്ടിലെ നാട്ടുകാർക്കും അതുപോലെ ആ പള്ളീൻ്റെ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി, സന്തോഷം.